Hi everyone, welcome to a new session on the course Advanced Mechanics of Solids. So Maxwell's Reciprocal Theorem. Okay, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറം ആണ്. മൊഡ്യൂൾ 5-ലെ മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറം. ഓക്കെ, ലാസ്റ്റ് 2 സെഷനായിട്ട് നമ്മൾ ആദ്യത്തെ സെഷനിൽ ഹൂക്സ് ലോ ഇൻ ദ കേസ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സിനെയും ഡിസ്പ്ലേസ്മെന്റിനെയും റിലേറ്റ് ചെയ്യുന്ന ഹൂക്സ് ലോ പഠിച്ചു. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പഠിച്ചു. ദെൻ ജനറൽ ആയിട്ട് ഡെൽറ്റ 1 അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ പഠിച്ചു. രണ്ടാമത്തെ സെഷനിൽ റെസിപ്രോക്കൽ റിലേഷൻ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറമാണ്. ഓക്കെ, സോ കൺസിഡർ 2 സിസ്റ്റം ഓഫ് ഫോഴ്സസ്. ആദ്യത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F1 F2 ടു Fn വരെയുള്ള ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സ്. രണ്ടാമത്തെ സിസ്റ്റം ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F1 F2 F3 ടു Fn പകരം വേറൊരു സിസ്റ്റം ഓഫ് ഫോഴ്സ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് F1 ഡാഷ് F2 ഡാഷ് എക്സെട്ര അപ് ടു Fn ഡാഷ്. ഓക്കെ, രണ്ട് സിസ്റ്റവും സെയിം പോയിന്റിൽ തന്നെ അപ്ലൈ ചെയ്യുന്ന സെയിം ഡയറക്ഷൻ. ഓക്കെ, സോ കൺസിഡർ 2 സിസ്റ്റം ഓഫ് ഫോഴ്സസ് F1 F2 എക്സെട്ര അപ് ടു Fn ആൻഡ് അടുത്ത സിസ്റ്റം ഓഫ് ഫോഴ്സ് F1 dash F2 dash up to Fn dash. Both systems having the same point of application and same direction. Okay, corresponding ആയിട്ടുള്ള F1 F2 up to Fn ആ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ 1 ഡെൽറ്റ 2. ഓക്കെ, അപ് ടു ഡെൽറ്റ n വരെ വരും. ഓക്കെ, ഡെൽറ്റ 1 ഡെൽറ്റ 2 അപ് ടു ഡെൽറ്റ n ഈസ് എ കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ് കോസ്ഡ് ബൈ ആദ്യത്തെ ഫോഴ്സ് F1 F2 അപ് ടു Fn കാരണം. രണ്ടാമത്തെ F1 ഡാഷ് F2 ഡാഷ് അപ് ടു Fn ഡാഷ് കാരണമുള്ള സെക്കൻഡ് സിസ്റ്റം ഓഫ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡാഷ് കൊണ്ട് തന്നെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഡെൽറ്റ 1 ഡാഷ് ഡെൽറ്റ 2 ഡാഷ് അപ് ടു ഡെൽറ്റ n ഡാഷ് be the corresponding displacement caused by the forces F1 dash F2 dash up to etc. Okay, then F1 dash into delta 1 plus F2 dash into delta 2 plus etc. up to Fn dash into delta n. ഓക്കെ, ഇതെന്താണെന്ന് കണ്ടുപിടിക്കുകയാണ്. കണ്ടുപിടിച്ച് ഫൈനൽ നമുക്കൊരു റിലേഷൻ കിട്ടും. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ മാക്സ്വെൽ റെസിപ്രോക്കൽ തിയറം പറയുന്നത്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ഈ ഒരു ഡെറിവേഷൻ പോലെ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഒരു ഇക്വേഷൻ പോലെ കിട്ടും. ആ ഇക്വേഷൻ ആണ് മാക്സ്വെൽ റെസിപ്രോക്കൽ തിയറം. അതിനെ പിന്നെ വേർഡ്സ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, മാക്സ്വെൽ റെസിപ്രോക്കൽ തിയറം ചോദിച്ചിട്ടുള്ള 5 മാർക്സിന് ചോദിച്ചിട്ടുള്ള നോട്ടാണ്. ഓക്കെ, സോ F1 dash delta 1 plus F2 dash delta 2 up to Fn dash delta n. So F1 dash into delta 1. delta 1 എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ delta 1 എന്ന് പറയുന്നത് A11 into F1. ഓക്കെ, കാരണം എന്താ, delta 1 എന്ന് പറയുന്നത് എന്ത് കാരണം ഉണ്ടാവുന്നത് F1 കാരണമാണ്. സോ delta 1 is equal to A11 into F1. അതാണ് എഴുതിയിരിക്കുന്നത്. A11 into F1 പ്ലസ് F1 എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഡിഫ്ലക്ഷൻ. ഓക്കെ, ഡെൽറ്റ 1. അന്നേരം ഇതെന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് 1 എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂ ടു ഫോഴ്സ് അപ്ലൈഡ് അറ്റ് 2. അതാണ് F2. ഓക്കെ, എക്സെട്ര അപ് ടു A1n. ഇതെല്ലാം ഉണ്ടാവുന്ന എന്താ, ഡെൽറ്റ 1 എന്ന് പറയുന്ന പോയിന്റിൽ പല ഫോഴ്സസ് കാരണം ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ആണ്. അന്നേരം എക്സെട്ര അപ് ടു A1 n എന്ന് പറയുന്ന ഫോഴ്സ് Fn എന്ന് പറയുന്ന ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന 1 എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ. ഓക്കെ, അതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ഓക്കെ, പ്ലസ് ദെൻ ഇവിടെ F2 ഡാഷ് ഇൻറ്റു ഡെൽറ്റ 2 എന്ന് പറഞ്ഞാൽ പോയിന്റ് 2-ൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ. ഓക്കെ, ആ ഡെൽറ്റ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഏതൊക്കെ ഫോഴ്സ് ഉണ്ടോ ആ ഫോഴ്സ് എല്ലാം കാരണം ഡിഫ്ലക്ഷൻ ഉണ്ടോ. അതാണ് എഴുതിയിരിക്കുന്നത് F2 ഡാഷ് ഇൻറ്റു ഇതിനെ തന്നെയാണ് F2 ഡാഷ് ഇൻറ്റു ഡെൽറ്റ 2-നെയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് A21 ഇൻറ്റു F1. ഇതിന്റെ മീനിങ് എന്താ, 2 എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഫോഴ്സ് അപ്ലൈഡ് അറ്റ് 1. സോ A22 ഇൻറ്റു F2, 2 എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഫോഴ്സ് അപ്ലൈഡ് അറ്റ് F2. ഇതെന്താണോ വരുന്നത്, ഈ ഫിഗർ എന്താണോ വരുന്നത്, ഇത് തന്നെയാണ് ഈ ഫോഴ്സും വരുന്നത്. അപ് ടു A2n Fn പ്ലസ് എക്സെട്ര അപ് ടു F1 ഡാഷ് F2 ഡാഷ് എക്സെട്ര അപ് ടു Fn ഡാഷ് വരെ. ഓക്കെ, അതാണ് സെക്കൻഡ് സിസ്റ്റം ഓഫ് ഫോഴ്സസ്. പിന്നെ n എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഡിഫറെന്റ് ഫോഴ്സസ് F1 F2 അപ് ടു Fn. ഓക്കെ, is equal to A11 into ഇത് A11 into
F1 F1 dash. ഈ F1 നമ്മൾ അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. സോ അടുത്തത് A22 ഇൻറ്റു ഇവിടെ വരുന്നത് A22 ഇൻറ്റു F2 ഇൻറ്റു F2 ഡാഷ്. ഓക്കെ, ആദ്യത്തെ ഫിഗർ എടുത്തു. ഇതെല്ലാം ഈക്വൽ ആണ്. ഇത് ഓരോ ടേം ആയിട്ട് നമ്മളിങ്ങനെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, A22 ഇൻറ്റു F2 ഡാഷ്. ഇതെല്ലാം ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതിനെ ഒരു പ്രോപ്പർ രീതിയിൽ അറേഞ്ച് ചെയ്താണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ്. സോ അപ് ടു A11 A22 എക്സെട്ര അപ് ടു ANN FN FN ഡാഷ്. ഈ രീതിയിൽ തന്നെ എഴുതി. ദെൻ പ്ലസ് A12 ഇൻറ്റു A12 എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് A12 ഇൻറ്റു A12 ഈ ടേം A12 ഇൻറ്റു പിന്നെ ബാക്കി എന്ത് വരും F1 ഡാഷ് F2. അതാണ് F1 ഡാഷ് F2 പ്ലസ് ഇവിടെ വരും A21 A12 ഈക്വൽ ആണല്ലോ, അതുകൊണ്ടാണ് A12നെ കോമൺ ആയിട്ട് എടുത്ത് ബാക്കി ഇവിടെ വരുന്നത് F1 F2 ഡാഷ്. അതാണ് എഴുതിയിരിക്കുന്നത്. സിമിലർലി A12 ആണെങ്കിൽ പിന്നെ A13 ഇതേ രീതിയിൽ തന്നെ എഴുതി. F1 ഡാഷ് F2 ആണെങ്കിൽ ഇവിടെ F1 ഡാഷ് F3 ഡാഷ് F1. ഓക്കെ, ഈ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് ഏതൊക്കെ ടേം ഫിഗർ ആണോ വരുന്നത് 1 ഉം 3 ആണെങ്കിൽ ഫോഴ്സ് 1 ഉം 3, ഇവിടെ 1 ഉം 2 ആണെങ്കിൽ ഇവിടെ 1 ഉം 2. So F1 dash delta 1 plus F2 dash delta 2 up to Fn dash delta n equal to A11 into F1 dash A22 ഇങ്ങനെ ANN വരെ എഴുതി. ഓരോ ടേംസും പ്രോപ്പർ ആയിട്ട് രീതി അറേഞ്ച് ചെയ്ത് എഴുതി. എന്നിട്ടും ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈ ഒരു പോർഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എക്സ്പാൻഡ് ചെയ്താലും നമുക്ക് ഈ രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് വെച്ചുള്ള ഓരോ ഫോഴ്സിന്റെ ടേംസും കിട്ടും. ഓക്കെ, ഈ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റെപ്രസെന്റ് ചെയ്യാൻ ഇതേ രീതി വരും. സോ നമുക്ക് F1 dash delta 1, so F1 dash delta 1 plus F2 dash delta 2 up to Fn dash delta n. സിമിലർലി ഇവിടെയും ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് ഇതേപോലെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് F1 A11 F1 into F1 dash, അതായത് F1 dash F1 dash into A11 അതെന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം delta 1 dash. ഓക്കെ, delta 1 dash എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 1 dash ഡ്യൂ ടു F1 dash. ഓക്കെ, സോ F1 നമ്മൾ എടുത്തെഴുതി. ബാക്കി delta 1 dash ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് A11 into F1 dash. സിമിലർലി F2 എന്ന് പറഞ്ഞ ഫോഴ്സ് ഇവിടെ ഉണ്ട്. delta 2 dash എന്ന് പറയുന്നത് A22 into F2 dash. അങ്ങനെയാണ് എക്സെട്ര അപ് ടു Fn delta n dash. ഇതാണ് മാക്സ്വെൽ റെസിപ്രോക്കൽ റിലേഷൻ നമ്മൾ ഇക്വേഷനായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിനെ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഫോഴ്സസ് ഓഫ് ദി ഫസ്റ്റ് സിസ്റ്റം, ദാറ്റ് ഈസ് ഫോഴ്സസ് ഓഫ് ദി ഫസ്റ്റ് സിസ്റ്റം F1 F2 അപ് ടു Fn എന്ന് പറയുന്നത് ഫസ്റ്റ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദേ ആർ ആക്ടിങ് ടു ദ ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെക്കൻഡ് സിസ്റ്റം. അതായത് സെക്കൻഡ് സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് delta 1 dash delta 2 dash up to delta n dash. ആ ഡിസ്പ്ലേസ്മെന്റിന് കറസ്പോണ്ടിങ് കൂടെ ആക്ട് ചെയ്യുന്ന ഫസ്റ്റ് സിസ്റ്റം ഓഫ് ഫോഴ്സ് അതാണ് F1 F2 F3. ദാറ്റ് ഈ ഒരു ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും കാരണം വർക്ക് ഡൺ ചെയ്യും. ആ വർക്ക് ഡൺ സെയിം എന്നാണ് പറയുന്നത്. ഡു ദ സെയിം എമൗണ്ട് ഓഫ് വർക്ക് ആസ് ദാറ്റ് ഓഫ് ഡൺ ബൈ ദി സെക്കൻഡ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ത്രൂ ദി കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫസ്റ്റ് സിസ്റ്റം ഓഫ് ഫോഴ്സ്. ഇതാണ് റെസിപ്രോക്കൽ തിയറം ഓഫ് മാക്സ്വെൽ. ഓക്കെ, അത് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സിസ്റ്റം ഓഫ് ഫോഴ്സ് F1 F2 അപ് ടു Fn ആക്ട് ചെയ്യുന്ന ഇതിലേക്കൂടാണ് ഡ്യൂ ടു ദി ഡിസ്പ്ലേസ്മെന്റ് കോസ്ഡ് ബൈ ദി സെക്കൻഡ് സിസ്റ്റം ഓഫ് ഫോഴ്സ്. ഈ delta 1 dash delta 2 dash delta n dash എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി സെക്കൻഡ് സിസ്റ്റം ഓഫ് ഫോഴ്സ് ആണ്. അതാണ് പറയുന്നത് പ്രൊഡ്യൂസ്ഡ് ബൈ ദി സെക്കൻഡ് സിസ്റ്റം. അന്നേരം ഈ വർക്ക് തന്നെയാണ് ഇതിന്റെ കണ്ടീഷൻ എന്താ? ദാറ്റ് ഈസ് same amount of work done by the corresponding displacement produced by the first system of force. First system of force produce ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് അല്ലേ delta 1 delta 2 delta n, അത് ഫസ്റ്റ് സിസ്റ്റം ആണ്. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് ഈസ് പാസിംഗ് ത്രൂ ദി F1 dash F2 dash Fn dash അതെന്ന് പറഞ്ഞ് സെക്കൻഡ് സിസ്റ്റം ഓഫ് ഫോഴ്സ് ആണ്. കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ദി ഫസ്റ്റ് സിസ്റ്റം ഓഫ് ഫോഴ്സ്. ഇതാണ് റെസിപ്രോക്കൽ തിയറം ഓഫ് മാക്സ്വെൽ. താങ്ക് യു.